നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് നിലവിൽ റണ്ണിങ്ങിലാണുള്ളത്. നമ്മളിന്ന് ട്രേഡൊന്നും എടുത്തിരുന്നില്ല. എന്നാൽ ചെറിയ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ടെക്നിക്കൽ കാര്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതെന്താണെന്ന് നിങ്ങളോട് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ടാവും. നമ്മൾ പതിവായി ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി, അത് റിവേഴ്സൽ ട്രേഡിംഗ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നോ, ഇല്ലെങ്കിൽ എത്ര സ്റ്റോക്കിൽ, 5 സ്റ്റോക്കിലാണ് നമ്മൾ സാധാരണ വാച്ച് ചെയ്യാറുള്ളത്, അതിൽ എത്ര സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, എത്ര സ്റ്റോക്കിൽ ലോസ് കിട്ടും, നെറ്റ് നമ്മൾ പ്രോഫിറ്റിലായിരിക്കുമോ ലോസിലായിരിക്കുമോ, അത് നമ്മൾ ആദ്യം ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ടാവും. അതിനുശേഷം നിങ്ങളും ഞാനും ഇല്ലെങ്കിൽ നമ്മളിൽ പലർക്കും എല്ലായ്പ്പോഴും ട്രേഡിംഗ് സിസ്റ്റത്തിന് മുന്നിലിരിക്കാനായിട്ട് സാഹചര്യങ്ങൾ ഒത്തുവരണമെന്ന് നിർബന്ധമില്ല. ഇന്നലത്തെ ട്രേഡിൽ നിങ്ങൾ കണ്ടതാണ്, കാലത്തെ ഏകദേശം ഒരു 2 മിനിറ്റ് സമയം മിസ്സായതുകൊണ്ട്, ടെർമിനലിൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ട് നല്ലൊരു ട്രേഡ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും അതുപോലെ മറ്റെന്തെങ്കിലും അത്യാവശ്യത്തിന് പോകേണ്ടി വരുന്നവർക്ക് അന്നത്തെ ദിവസത്തെ ട്രേഡ് തന്നെ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ടെർമിനലിൻ്റെ മുന്നിലിരിക്കാതെ, അതായത് നാളെ എനിക്ക് ട്രേഡ് ചെയ്യണം, പക്ഷേ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന 9:15 എനിക്ക് സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ പറ്റത്തുമില്ല. അങ്ങനെയാണെങ്കിൽ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡ് എനിക്ക് ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് ആ ഓർഡർ ഞാൻ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കാതെ തന്നെ എനിക്ക് എടുക്കാൻ സാധിക്കുമോ? അതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് എന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പതിവായി നോക്കുന്ന കാര്യങ്ങൾ നോക്കി നമ്മുടെ ജേണലും ഒന്ന് വിശകലനം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ട്രേഡിംഗ് ടെർമിനലിന് മുന്നിലിരിക്കാതെ നാളത്തേക്കുള്ള ഓർഡർ എനിക്ക് ഇന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്, എങ്ങനെ എനിക്ക് ആ ഓർഡർ കിട്ടുന്നുണ്ടാകും, അത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഞാൻ ചെയ്യേണ്ടി വരുന്നത് മുതലായ കാര്യങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തിൽ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ടാകും. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് ആരംഭിക്കാം. നിഫ്റ്റിയുടെ മൂവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ ഇതുവരെ അത് നടത്തിയേക്കുന്നത് 0.3% ആണ്. അതായത് 100 പോയിൻറ്റിൻ്റെ മൂവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റ് നിഫ്റ്റി ഇൻഡെക്സ് നടത്തുന്നില്ല എന്നത് നമുക്ക് കാണാം. ഇന്നലെ അത്യാവശ്യം അവസാന സമയം നല്ലൊരു മൂവ് നടത്തി എങ്കിലും അതും 0.5%ലേക്ക് എത്തിയിരുന്നില്ല എന്ന് നമുക്ക് കാണാം. കേവലം ഒരു 100 പോയിൻറ്റിൻ്റെ മൂവ് അത് തന്നിരുന്നു. അപ്പോൾ നിഫ്റ്റി ഈ പറയുന്ന ഒരു റേഞ്ചിന് ഉള്ളിലാണ് നിലനിൽക്കുന്നത്. നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ നമ്മൾ 5ഓളം സ്റ്റോക്കുകളാണ് വെച്ചിട്ടുള്ളത്. അത് ഓരോന്നിലും ഇന്ന് എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ONGCയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നാളത്തേക്ക് വേണ്ടിയുള്ളത് ഇന്ന് തന്നെ മാർക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ മധ്യഭാഗത്താണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് എവിടെയാണെന്ന് നോക്കും. ഈ ഭാഗത്ത് ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ നമ്മൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കും. എല്ലായ്പ്പോഴും നമ്മളത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇന്ന് തൊട്ട് അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് നമ്മൾ പറയുന്നുണ്ടാകും. എന്തായാലും ഇവിടെ നമ്മളൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കും. അവിടെ നമ്മളൊരു സെൽ ഓർഡറും പ്ലേസ് ചെയ്ത് വെക്കും. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഓർഡർ ഇട്ട് വെക്കുന്ന ഭാഗത്തേക്ക് ഈ പ്രൈസ് ആക്ഷൻ ലൈനിൽ വന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇതിനകത്ത് എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ബൈയും സെല്ലും ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജോലി കഴിഞ്ഞു. പിന്നെ മാർക്കറ്റ് എപ്പോഴാണോ അവിടെ വന്ന് ഹിറ്റാവുന്നത് അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാകും. നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് എത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇന്നിവിടെ മാർക്കറ്റ് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത്, ഈ സ്റ്റോക്ക് മൂവ് ചെയ്തേക്കുന്നത് ലോ ടു ഹൈ 1%-ൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എൻട്രി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഇന്ന് നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല. ഇനി ഇവിടെ വന്ന് എപ്പോഴെങ്കിലും മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് താഴത്തേക്കായിരിക്കും ഇന്നത്തെ നമ്മുടെ എൻട്രി വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് താഴത്തേക്ക് ഈ ലൈനിൽ വരെ വന്ന് ടച്ച് ചെയ്താൽ നമുക്ക് 1:2 കിട്ടേണ്ടതാണ്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. നെക്സ്റ്റ് വിപ്രോയാണ്. വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ ലോ ടു ഹൈ നമ്മൾക്ക് 1.5%-ന് മുകളിൽ അതൊരു മൂവ് തന്നിട്ടുണ്ട്.
സോ ദാറ്റ് നല്ലൊരു മൂവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1.5% മൂവ് ചെയ്യുന്നൊരു സ്റ്റോക്കിൽ നമുക്ക് 1% പ്രോഫിറ്റ് എടുക്കാൻ പറ്റേണ്ടതാണ്. നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ നോക്കുന്നു. അതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ സെൽ ഓർഡർ ഇടുന്നു, ഇമ്മീഡിയറ്റ് സപ്പോർട്ടിൽ ബൈ ഓർഡർ ഇടുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിൽ നിന്ന് ഇവിടെ വരച്ചേക്കുന്ന നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിന്റിലേക്ക് കേവലം ഇവിടെ നിങ്ങൾക്ക് കാണാം കേവലം 0.2% ചേഞ്ചേ ഉള്ളൂ. ഈ ചേഞ്ച് ഒരു 0.5% എങ്കിലും ഉണ്ടെങ്കിൽ, അതർവൈസ് 0.3 എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അവിടെ പോയിട്ട് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം ഈ ലൈനിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. കഴിഞ്ഞ വീഡിയോസിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്ത് ഓപ്പൺ ചെയ്യുന്ന ലൈനുകൾ നമ്മൾ ഇഗ്നോർ ചെയ്യും. അതിൻ്റെ നെക്സ്റ്റ് ലൈനിലേക്ക് നമ്മൾ ഇവിടെ ഒരു ഓർഡർ ബൈ ഓർഡർ ഇടും, മുകളിൽ ഇവിടെ ഒരു ഓർഡർ നമ്മൾ സെൽ ഓർഡർ ഇടും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫസ്റ്റ് ഹിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ആവാനാണ് സാധ്യത. അങ്ങനെ മുകളിൽ പോയി ഹിറ്റ് ചെയ്തതിന് ശേഷം ഇത് താഴത്തേക്ക് നമുക്കിവിടെ കാണാം 1.3% ചേഞ്ച് അത് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാവും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരാൾ ഇവിടെ എൻട്രി എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ അയാൾ എൻട്രി എടുക്കാനുള്ള സാധ്യത ഇവിടെ താഴത്തുനിന്ന് എന്തായാലും ബൈ ഓർഡർ ആയിരിക്കും ചെയ്തേക്കുന്നത്. അത് തിരികെ മുകളിൽ പോയി അതേ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ വീണ്ടും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് 1:2 റിസ്ക് റിവാർഡ് ഇവിടെ അദ്ദേഹത്തിന് ഏത് സൈഡിലേക്ക് എടുത്താലും കിട്ടുമായിരുന്നു. അപ്പോൾ വിപ്രോയിൽ പ്രോഫിറ്റ് കിട്ടി, ONGCയിൽ എൻട്രി കിട്ടിയിട്ടുമില്ല. നെക്സ്റ്റ് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്ന ഈ പ്രൈസ് ആക്ഷൻ ലൈനിനോട് തൊട്ട് ചേർന്നിട്ടാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ സെൽ ഓർഡർ വെക്കുന്നത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെ ഇഗ്നോർ ചെയ്യും. ഈ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ ഇഗ്നോർ ചെയ്തിട്ട് അതിൻ്റെ മുകളിലത്തെ ലൈനിൽ നമ്മൾ സെൽ ഓർഡർ ഇടും, ഈ ലൈനിൻ്റെ താഴത്തെ ലൈനിൽ നമ്മൾ ബൈ ഓർഡർ ഇടും. ഇവിടെ നമുക്ക് കാണാം താഴത്തേക്ക് വന്ന് പിന്നീട് ആ ബൈ ഓർഡർ ഹിറ്റാവുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.5% ആണ് എല്ലായ്പ്പോഴും. അതിലേക്ക് പിന്നെ മാർക്കറ്റ് പോയിട്ടില്ല. നേരെ മറിച്ച് മാർക്കറ്റ് തിരികെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ലൈനിലാണ് ഇനി നെക്സ്റ്റ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വരേണ്ടത്. അങ്ങനെ അവിടെ പോയി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് അതിന് മുന്നേ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിലവിൽ പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ 3 സ്റ്റോക്ക് നമ്മൾ നോക്കി, അതിനകത്ത് 2 പ്രോഫിറ്റും ഒരു എൻട്രി ഇല്ലാത്ത അവസ്ഥയുമാണ് നമുക്കുള്ളത്. ഇനി NTPC നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. NTPC ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ബൈ ഓർഡർ താഴത്ത് വെച്ചിട്ടുണ്ടാകും, സെൽ ഓർഡർ മുകളിൽ വെച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ മുകളിലെ സെൽ ഓർഡറിൽ ഇതെന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴത്തേക്ക് വന്നേക്കുന്നത് നമുക്കിവിടെ കാണാം. ജസ്റ്റ് 1:1 അത് വന്നിട്ടുള്ളൂ. നിലവിലിപ്പോൾ നമ്മുടെ എൻട്രി ലോസിലാണുള്ളത്. നമുക്ക് ടാർഗറ്റും കിട്ടിയിട്ടില്ല, സ്റ്റോപ്പ് ലോസും കിട്ടിയിട്ടില്ല. ഇതെന്താണ് സംഭവിച്ചിട്ടുണ്ടാകുന്നതെന്ന് നിങ്ങൾ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ എൻട്രി എടുത്തിരുന്നത് BPCLലാണ്. ആ എൻട്രി എടുത്ത മെത്തേഡ് ഇതുവരെ ചെയ്തതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എൻട്രി എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ട്രേഡ് ചെയ്തത് ഫയേഴ്സിലല്ല, സെറോദയിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ സെറോദയിലേക്ക് മാറിയതെന്നും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ വ്യക്തമായിട്ട് പറയാം. നമുക്കിന്ന് ഓപ്പണിംഗ് നടന്നേക്കുന്നത് ഇവിടെയാണ്. നമ്മൾ പറഞ്ഞു ഇങ്ങോട്ടേക്ക് ഏകദേശം 0.25% മുകളിൽ ചേഞ്ച് ഉണ്ട് താഴത്തേക്ക്. സോ ദാറ്റ് നമ്മളിവിടെ ബൈ ഓർഡർ ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ ബൈ ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബൈ ഓർഡർ ഹിറ്റായി. അതിനുശേഷം താഴത്തേക്ക് തന്നെ മാർക്കറ്റ് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. 0.5% ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു. അതായത് കൃത്യമായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ പോലും അത് നമ്മുടെ വീണ്ടും വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസേ കിട്ടുമായിരുന്നുള്ളൂ, നമ്മൾ ഈ അടയാളപ്പെടുത്തി വെച്ചത് അനുസരിച്ച്. ഇവിടെ നമുക്ക് കാണാം നല്ലൊരു മൂവാണ് മുകളിലേക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന് മുന്നേ തന്നെ ഈ ഒരു ഏരിയയെ ഇവിടെ റീടെസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു സപ്പോർട്ടായിട്ട് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കാഴ്ച. അപ്പോൾ അത് കൃത്യമാണ് എന്ന് അത് ശരിവെക്കുന്നുണ്ട്. കാരണം വൺസ് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ആ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആകും. അങ്ങനെ തന്നെ താഴത്തേക്ക് മാറിയതിന് ശേഷം ഇത് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അത് റെസിസ്റ്റൻസായി മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഇത് നല്ലൊരു പ്രൈസ് ആക്ഷൻ പോയിന്റ് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ശരിയാണ്, നമ്മൾ റിവേഴ്സൽ ട്രേഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ബൈ ഓപ്ഷനേ ഉള്ളൂ, നമുക്ക് ഇവിടുന്ന് സെൽ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ നമുക്കിന്ന് ലോസ് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ എൻട്രി എടുത്തത് സെറോദയിലാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നലെ നമുക്ക് പറ്റിയിരുന്ന കുഴപ്പം
നമുക്കറിയാം, നമ്മൾ ടെർമിനലിൽ മുന്നിലിരുന്നു കൊണ്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ 9:15 മാർക്കറ്റ് ഓടിത്തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു ഓർഡർ 9:15 മുന്നേ ഇട്ട് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാരണം മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് തന്നുകൊണ്ട് ട്രേഡിങ് സിസ്റ്റം നമ്മളുടെ ഓർഡറിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിജക്റ്റ് വരാതിരിക്കുന്നതിനാണ് നമ്മൾ 9:15 ശേഷം മാർക്കറ്റ് ഒന്ന് അനങ്ങി തുടങ്ങുമ്പോഴേ നമുക്ക് എൻട്രി ഇടാൻ പറ്റത്തുള്ളൂ. ഇന്നലെ ആ കൃത്യസമയത്ത് നമുക്ക് ടെർമിനലിൻ്റെ മുന്നിൽ നിന്ന് 1 മിനിറ്റ് ഒന്ന് മാറേണ്ടി വന്നതുകൊണ്ട് ഇന്നലെ നമുക്ക് ഉണ്ടായ നഷ്ടം, നല്ലൊരു എൻട്രി കിട്ടാതെ പോയത് നിങ്ങൾ കണ്ടു. ഒപ്പം തന്നെ നമുക്കറിയാം, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ വോളിയം വരാനും നല്ല രീതിയിൽ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവാനും സാധ്യതയുള്ളൊരു ക്യാൻഡിലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമുക്ക് ഇന്നാണേലും ഇവിടെ ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ ഇവിടെ ഒരു ബൈ ഓർഡർ ഇടുക, ഒപ്പം ഇവിടെ ഒരു സെൽ ഓർഡർ ഇടുക. ഇത് രണ്ടും കൂടെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം എന്തായാലും വേണം. അതായത് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്ലിക്ക് ചെയ്ത് ഈ ഡയലോഗ് ബോക്സ് നമുക്ക് എടുത്തു വെച്ചിട്ടിരിക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയി പ്രൈസ് അനങ്ങുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബൈ ഓർഡർ അല്ലെങ്കിൽ സെൽ ഓർഡർ നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കളയണം. എന്നിട്ട് ഈ ഓർഡർ ഇട്ടതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഈ ലൈനിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇതേ പ്രോസസ്സ് വീണ്ടും ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യാനായിട്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് സമയം വേണം. ഏകദേശം 1-1.5 മിനിറ്റ് നമുക്ക് വേണ്ടി വരും. പറയുമ്പോൾ വളരെ ചെറിയ സമയമാണെങ്കിൽ പോലും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ വലിയൊരു മൂവാണ് ആ ക്യാൻഡിൽ നടത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സമയം തികയാതെ വരുന്നൊരു സിറ്റുവേഷനും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് നമ്മൾ നാളെ എനിക്ക് ട്രേഡ് ചെയ്യേണ്ട പോയിന്റിലേക്ക്, കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ വന്നിട്ടുള്ള പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സെല്ല് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് നമ്മൾ നാളെ ബൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നേ അറിയാം. കാരണം നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ്. റിവേഴ്സൽ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് ട്രെൻഡ് കൺഫർമേഷനൊന്നും നമുക്ക് കിട്ടണ്ട. അതർവൈസ് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി അറിയേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്നത് എന്താണ്, ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താലും, അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്താലും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിലും നമുക്ക് പ്രശ്നമല്ല, കാരണം താഴത്തെ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നാളെ എവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏത് പോയിന്റിൽ ബൈ ചെയ്യും എന്നും ഏത് പോയിന്റിൽ നമ്മൾ സെല്ല് ചെയ്യുമെന്നും ഇന്നേ നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ മാർക്കറ്റിലേക്ക് വേണ്ടിയുള്ള ഓർഡർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ, അതായത് ഇന്ന് തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 9:15 നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിനു വേണ്ടിയുള്ള ഓർഡർ നേരത്തെ മുൻകൂട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. പ്രൈസ് ആ ലെവലിലേക്ക് എത്തിയാൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിക്കോളും. നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ഒരു ഡിമാൻഡും കൂടെ അവിടെ ഉണ്ട്. വെറുതെ നമ്മുടെ ഒരു പൊസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ക്യാൻഡിലൊക്കെ പലപ്പോഴും വളരെ വലിയ ക്യാൻഡിലുകൾ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ആ എൻട്രി എടുത്തതിന് ശേഷം വലിയൊരു മൂവ് മുകളിലേക്ക് കിട്ടുവാണ്. അപ്പോൾ 1% ഒക്കെ അയാളുടെ ടാർഗറ്റ് 2 ക്യാൻഡിലിൽ തന്നെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സംഭവിക്കാം. അതായത് നിങ്ങൾ ഇവിടെ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പോയതുപോലെ തന്നെ ആ ക്യാൻഡിൽ താഴത്തേക്കും പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.5% ആണ്. അപ്പോൾ എൻട്രി എടുത്ത ഉടനെ ഇത് താഴത്തേക്ക് പോയാൽ നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് നമ്മൾ ഓർഡർ ഇട്ടൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൊടുക്കേണ്ട 0.5% കഴിഞ്ഞ് മാർക്കറ്റ് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലോസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ ഇടുന്നത് എല്ലായ്പ്പോഴും തന്നെ ഓർഡർ ഇടുന്ന കൂട്ടത്തിൽ തന്നെ എപ്പോഴാണോ നമുക്ക് എൻട്രി കിട്ടുന്ന അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർഗറ്റ് ഓർഡറും വരുവാണെങ്കിൽ നല്ലതാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. നമ്മൾ വീഡിയോയിൽ പലവട്ടം കാണിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റ് ഓർഡർ ഇട്ടാൽ മതി. ഇനി ബ്രാക്കറ്റ് ഓർഡർ ഒരുപക്ഷെ നമ്മൾ ഇടുന്നില്ല എങ്കിൽ പോലും ടാർഗറ്റ് ഇടുന്നത് കുറച്ച് വൈകി ഇട്ടാൽ പോലും നമുക്ക് സത്യം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് വീഴാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു വെച്ചേ പറ്റൂ. അതിനുള്ള മാർഗ്ഗമാണ് കവർ ഓർഡർ.
അപ്പോൾ കവർ ഓർഡർ എന്താണെന്ന് നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രാക്കറ്റ് ഓർഡറാണ്. ഈ ബ്രാക്കറ്റ് ഓർഡറിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്നത് സ്റ്റോപ്പ് ലോസ് 1%, ടാർഗറ്റ് 1%. ഇത് നമുക്ക് ആവശ്യമായ പെർസെൻറ്റേജിലേക്ക് നമുക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി കവർ ഓർഡറിലേക്ക് വരുമ്പോഴും ഇത് ടാർഗറ്റ് ഉണ്ടാവില്ല, മറിച്ച് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. അപ്പോൾ ടാർഗറ്റ് നമ്മൾ ഓർഡർ ഇട്ടതിന് ശേഷം പ്രൈസ് ആക്ഷൻ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണ് ഉള്ളതെന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷം പതുക്കെ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് സമയം കിട്ടും. അതർവൈസ് ടാർഗറ്റ് ഇടുന്നതിന് മുന്നേ നമ്മുടെ ടാർഗറ്റ് മേഖലയെയും കവർ ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് നഷ്ടമൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് അവിടെ നമുക്ക് പേടിക്കാൻ അധികമില്ല. എങ്കിലും നമുക്ക് കവർ ഓർഡർ മസ്റ്റാണ്. അതർവൈസ് സ്റ്റോപ്പ് ലോസ് എൻട്രി കിട്ടുമ്പോൾ തന്നെ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നാളത്തേക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റണം. ഒപ്പം തന്നെ അതിന് സ്റ്റോപ്പ് ലോസും ആ കൂട്ടത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റണം. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ കാണാം, ഫയേഴ്സിൽ പല വിധത്തിലുള്ള ഓർഡർ ടൈപ്പ് ഉണ്ട്. ഇത് ഇൻട്രാഡേ, ബ്രാക്കറ്റ് ഓർഡർ, കവർ ഓർഡർ, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഇനി ഓവർനൈറ്റ് പൊസിഷൻ നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല. നമ്മൾ ബൈ ആൻഡ് ഹോൾഡ് ചെയ്യാത്തിടത്തോളം കാലം അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി GTT ഓർഡർ നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ ഈ GTT ഓർഡറിന് ഒരു കുഴപ്പമുണ്ട്. ഒന്നെങ്കിൽ സിംഗിൾ ഓർഡർ ഇടാം, അല്ലെങ്കിൽ വൺ ക്യാൻസൽസ് അതർ എന്നുള്ളത് നമുക്കിടാം. ഇവിടെ മനസ്സിലാക്കേണ്ട സിംഗിൾ ഓർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എൻട്രി പ്രൈസും ട്രിഗർ പ്രൈസും മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു ട്രിഗർ ആകുമ്പോൾ, ഒരു പ്രൈസ് ട്രിഗർ ആകുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ, ലിമിറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. പക്ഷേ ഇതിന് സ്റ്റോപ്പ് ലോസ് ഓർഡർ നമുക്ക് ഇടാനായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം യാതൊരുവിധ മാർഗ്ഗവുമില്ല. അപ്പോൾ എൻട്രി കിട്ടും, പക്ഷേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ മാനുവലി ഇടേണ്ടി വരും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വൺ ക്യാൻസൽസ് അതർ വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പൊസിഷൻ ഓൾറെഡി ഉണ്ടാവണം. നമ്മൾ ഇൻട്രാഡേ ട്രേഡർ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ പൊസിഷനൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കവർ ഓർഡർ വെക്കാൻ പറ്റത്തുള്ളൂ. വൺ ക്യാൻസൽസ് അതർ വെക്കാൻ പറ്റത്തുള്ളൂ. എടുത്ത പൊസിഷൻ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അതിന് ശേഷം വെച്ച് കൊടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് അത് പോരാ. നമുക്ക് എൻട്രി എപ്പോൾ കിട്ടുന്നോ അപ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ പ്ലേസ് ആകണം. അത് ഓട്ടോമാറ്റിക്കലി നടക്കണം നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ GTT ഓർഡർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി GTT ഓർഡറിന് വേറൊരു കുഴപ്പം കൂടിയുണ്ട്. ഇത് വരുന്നത് ലോങ് ടൈമിലേക്ക് ബൈ ആൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇവിടെ സിംഗിൾ ഓർഡർ എടുത്താലും നമ്മൾ ബൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം നമ്മുടെ മാർജിനും ഇത് ബൈ ചെയ്യാൻ, ഒരു ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ എത്ര രൂപ വേണം എന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിനകത്ത് നമുക്ക് മാർജിൻ ട്രേഡ് നടത്താൻ പറ്റത്തില്ല. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയുടെ പകുതി പൈസ നമ്മൾ ഒരു ട്രേഡിൽ ഇറക്കും. അതിൻ്റെ 5x ലിവറേജ് എടുത്തുകൊണ്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യാൻ GTT ഓർഡർ നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫയേഴ്സിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ അവിടെ പറ്റില്ല എന്ന് മനസ്സിലാക്കി. പിന്നെ സ്മാർട്ട് ഓർഡർ എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായി നമ്മൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഫയേഴ്സിൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ പിന്നെ സെറോദയിലേക്ക് ഒന്ന് നോക്കി. സെറോദയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഓർഡർ ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ഏതൊരു പ്രൈസിലും നമ്മുടെ ചാർട്ടിൽ അലർട്ട് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ സെറോദ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് അലർട്ട് ട്രിഗർ ഓർഡർ. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഈ ഓർഡർ ഇട്ടേക്കുന്നത് ബൈ സൈഡും സെൽ സൈഡും ഇന്നലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നത് ട്രിഗറായിട്ടുണ്ട്, ക്രിയേറ്റഡ് ഓൺ 9, അതായത് ഇന്നലെ രാത്രി 12 മണിക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന ATO ഓർഡർ ടൈപ്പ് ATO എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പൊസിഷൻ എനേബിൾഡ് ആണ്. ഇത് രണ്ടും എനേബിൾഡ് അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ സെൽ ഓർഡർ നമ്മൾ വെച്ചേക്കുന്ന 357 രൂപ 85 പൈസയിലും ബൈ ഓർഡർ നമ്മൾ വെച്ചേക്കുന്ന 354 രൂപ 75 പൈസയിലുമാണ്. അത് നമുക്ക് ഈ ചാർട്ടിനകത്ത് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 354 രൂപ 75 പൈസയിലാണ് നമ്മളിവിടെ ബൈ ഓർഡർ ഇട്ടിരുന്നത്. അതായത് ഈ കറക്റ്റ് പ്രൈസ് ആക്ഷൻ ലൈനിലാണ് നമ്മൾ ബൈ ഓർഡർ വെച്ചിരുന്നത്. മുകളിൽ സെൽ ഓർഡർ വെച്ചിരുന്നത് ഈ കറക്റ്റ് പ്രൈസിലാണ് 357 രൂപ 85 പൈസയിൽ. അത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി അതെങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാം. നമ്മൾ ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ
അലർട്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അലർട്ട് വെക്കാനായിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെറോദയിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിനകത്ത് നമ്മൾ ഒള്ളി അലർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ഭാഗമൊന്നും ഉണ്ടാവില്ല. മറിച്ച് അലർട്ട് ട്രിഗർ ഓർഡർ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കണ്ടീഷൻ വയ്ക്കാം 357 85. അപ്പോൾ ഞാനിത് തിരിച്ചറിയാൻ വേണ്ടി അലർട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ എന്ത് അലർട്ടാണെന്നുള്ളത് എഴുതി കാണിക്കും. അതെന്ത് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. BPCL സെല്ല്, അപ്പോൾ സെല്ലിനുള്ള അലർട്ടാണ് വന്നതെന്ന് നമുക്കപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഇനി BPCL ബൈ എന്നാണ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അലർട്ട് വരുമ്പോൾ നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും BPCL ബൈ നടന്നു. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ BPCL സെല്ല് എന്നിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ കണ്ടീഷൻ നമുക്ക് വെക്കാം, സെല്ല് എനിക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്. അപ്പോൾ ഈ അലർട്ട് വരുന്നത് ഇപ്പോഴായിരിക്കും. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പ്രൈസോ അല്ലെങ്കിൽ ഈ പ്രൈസിന് മുകളിലേക്കോ മാർക്കറ്റ് എത്തിയാൽ എനിക്ക് ഈ അലർട്ട് വരും. അപ്പോൾ ഞാൻ ആ അലർട്ട് അടിക്കുന്ന സെയിം സമയത്ത് ഇവിടെ അലർട്ട് ട്രിഗർ ഒരു ഓർഡറിനെയും കൂടെ ട്രിഗർ ചെയ്യും. അതായത് സെറോദയുടെ പ്ലാറ്റ്ഫോമിലുള്ള ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കണ്ടീഷണൽ ഓർഡർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ആ സമയത്ത് പോകുന്നുണ്ടാകും. അപ്പോൾ അതൊരു ഓർഡറായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നത് ഈ അലർട്ട് ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ അലർട്ട് ട്രിഗർ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലർട്ട് ട്രിഗർ ആയി കഴിയുമ്പോൾ ഈ ഓർഡർ എക്സ്ചേഞ്ചിലേക്ക് പ്ലേസ് ആവും. ആ പ്ലേസ് ആകേണ്ട കണ്ടീഷൻ ഞാനിവിടെ കൊടുത്തേക്കുന്ന ഇതാണ്. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ആൻഡ് ആഡ് ഈ കോളത്തിൽ നമ്മൾ BPCL ഇല്ലെങ്കിൽ നമുക്ക് വെക്കേണ്ട സ്റ്റോക്ക് ഏതാണോ, ഏത് സ്റ്റോക്കിലാണോ ഓർഡർ ഇടേണ്ടത് ആ സ്റ്റോക്കിനെ നമ്മളിവിടെ സെർച്ച് ചെയ്യണം. അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് കാണിക്കും. അപ്പോൾ BPCL NSE ആണ് ഞാൻ സെർച്ച് ചെയ്തെടുത്തത്. എടുത്തതിന് ശേഷം ഒരു ക്വാണ്ടിറ്റി ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എൻ്റെ പ്രൈസ്, എനിക്ക് സെല്ല് ചെയ്യേണ്ട പ്രൈസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസ് എനിക്കിവിടെ എൻ്റർ ചെയ്യാം. അപ്പം 357 രൂപ 85 പൈസയിലാണ് നമ്മുടെ ഇവിടെ പ്രൈസ് ആക്ഷൻ ലൈനുള്ളത്. ആ ലൈനിൽ നിന്നാണ് എനിക്ക് സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് കൊടുത്തു 357 രൂപ 85 പൈസ. അപ്പോൾ ഇത്രയും ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിത് MIS ഓർഡറായിട്ട് ആണ് നമുക്കിത് ഇവർ തന്നേക്കുന്നത്. MIS മീൻസ് മാർജിൻ കിട്ടും. ഇതിന് 5 ടൈംസ് മാർജിൻ നമുക്ക് കിട്ടും. അതായത് ഇൻട്രാഡേ, MI എന്ന് പറയുമ്പോൾ മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫ് എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കെഴുത്ത്. അപ്പോൾ മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫിന് ഉള്ള ഓർഡറായിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഇന്നലെ വരെ നമ്മൾ എങ്ങനെയാണോ 5 ഇയേഴ്സിൽ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നത് അതേ എമൗണ്ടിൽ നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും, അതേ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്ക് മാർജിൻ ഇത്രയാണെന്ന് എഴുതുന്നത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി MIS കവർ ഓർഡറാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കവർ ഓർഡറായിട്ടും കവേർഡ് അല്ലാത്ത ഓർഡറായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കവർ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും കൂടെ വെച്ച് കൊടുക്കാൻ പറ്റും. ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്, ഏതാണോ നമുക്ക് വേണ്ടത് അത് വെച്ച് കൊടുക്കാൻ പറ്റും. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും തന്നെ എല്ലായ്പ്പോഴും വെക്കാൻ സാധ്യതയുള്ളത് എൻട്രി കിട്ടിയാൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ കൂടെ പ്ലേസ് ആകാനായിരിക്കും നമ്മളെല്ലാവരും പൊതുവെ വെക്കുന്നത്. അതിങ്ങനെയാണ് നമ്മൾ ആ സെൽ ഓർഡർ അവിടെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വിൻഡോ ഇതായിരിക്കും. ഈ വിൻഡോയ്ക്കകത്ത് ഇൻട്രാഡേ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അത് എൻട്രി ചെയ്ത് കൊടുക്കുക, പ്ലസ് നമുക്ക് വേണ്ടത് റെഗുലർ ഓർഡർ ആണെങ്കിൽ റെഗുലർ ഓർഡർ വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്നും അതിൻ്റെ കൂടെ വെക്കാൻ പറ്റത്തില്ല. മറിച്ച് കവർ ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യേണ്ട പ്രൈസ് 357.85 നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാകും. അല്ലെങ്കിൽ അത് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ തെറ്റാണെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് എൻട്രി ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണ്ടത് ഇപ്പോൾ 357.85 എന്ന് പറയുമ്പോൾ അതിൻ്റെ 0.5% വന്നാൽ സ്റ്റോപ്പ് ലോസ് അതാണ് നമുക്ക് വേണ്ടത്. അതായത് 359 രൂപ 65 പൈസയിലേക്കും കയറിപ്പോയി കഴിഞ്ഞാൽ, സെല്ല് ചെയ്തതിന് ശേഷം പ്രൈസ് നമുക്ക് എഗൻസ്റ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് എൻ്റെ സ്റ്റോപ്പ് ലോസ് എനിക്ക് എക്സിറ്റ് ചെയ്യണം. അത് ഞാനിവിടെ വെച്ച് കൊടുത്തു. അപ്പോൾ ലിമിറ്റ് പ്രൈസിൽ സെല്ല് ചെയ്യും, സ്റ്റോപ്പ് ലോസും അതിൻ്റെ കൂടെ തന്നെ വെച്ചു. അതിന് ശേഷം നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്ലേസ് ആകും. അപ്പോൾ അത് പ്ലേസ് ആയേക്കുന്നതാണ് നമ്മൾ ഇവിടെ ഈ കണ്ടേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ BPCL ബൈ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തൊരു അലർട്ട് ക്രിയേറ്റ് ചെയ്തു. ആ അലർട്ടിൻ്റെ കണ്ടീഷൻ നമ്മൾ വെച്ചത് ഇതാണ്. ബൈ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈക്വൽ ടു അല്ലെങ്കിൽ കുറഞ്ഞ വിലയിലേക്ക്. അപ്പോൾ 355 രൂപ ഉള്ളപ്പോഴാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 355.60 നിന്ന് കുറഞ്ഞു വന്നിട്ട് 354.75 അതിൽ താഴെയോ ഈക്വലോ ലോയോ ആയിട്ട് പ്രൈസ് വരുന്ന സമയത്താണ് എനിക്ക് ഈ അലർട്ട് വേണ്ടത്. ഈ അലർട്ട് അടിക്കുന്ന സെയിം ടൈം മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എൻ്റെ
പ്ലാറ്റ്ഫോമിൽ നിന്ന് സറോദയിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഞാൻ പറഞ്ഞേക്കുന്ന ഈ ഓർഡർ എക്സിക്യൂഷന് വേണ്ടി പോകണം. അത് ഒരു ക്വാണ്ടിറ്റി കവർ ഓർഡർ 354.75 ബൈ ഓർഡറാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി എനിക്ക് ബൈ ചെയ്യണം. ബൈ ചെയ്താൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് 352.95. അപ്പോൾ ഈ പ്രൈസിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ 352.95 എന്ന് പറയുന്നത് എൻ്റെ 0.5% സ്റ്റോപ്പ് ലോസ് ആണ്. ഈ സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂട്ടത്തിൽ പ്ലേസ് ആകും. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് മുന്നത്തെ അവസ്ഥയാണിത്. അതായത് 9:14:51 നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നത്. നമ്മൾ വാച്ച് ചെയ്യുന്നത് സറോദയുടെ ചാർട്ട് തന്നെയായിരുന്നു. അതിനുശേഷം BPCLൻ്റെ ചാർട്ട് നമ്മുടെ സറോദയിലെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഓർഡർ ട്രിഗറായി. നമ്മുടെ ഓർഡർ ട്രിഗർ ആയത് നമുക്കിവിടെ കാണാം 9:17 സമയം. ആ സമയത്ത് നമ്മുടെ ഓർഡർ ട്രിഗറായി. അപ്പോൾ ഈ ഓർഡർ ട്രിഗറായി കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്, എഴുതി കാണിച്ച് വന്നേക്കുന്ന ഇതാണ്. യുവർ കൈറ്റ് ATO ഓർഡർ ബൈ ഓർഡർ ട്രിഗേർഡായി 9:17 വന്നു. അപ്പോൾ ആ മെസ്സേജ് കിട്ടുന്ന സെയിം ടൈം തന്നെ നമ്മളുടെ ഓർഡർ ട്രിഗറായാൽ, അതായത് ആ പ്രൈസ് അലർട്ട് ട്രിഗറായി കഴിഞ്ഞാൽ നമ്മുടെ ടെർമിനലിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് ഒരു ഓർഡർ പ്ലേസ്മെൻറ്റ് പോകണം. അപ്പോൾ അതിവിടെ പോയി. ഒരു ക്വാണ്ടിറ്റി ബൈ BPCL ഈസ് കംപ്ലീറ്റ്. എത്രയാണ് പ്രൈസ് നമ്മൾ കൊടുത്തേച്ചത്? 75 പൈസയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൊടുത്തേച്ചത്. പ്രൈസ് അതിലും താഴത്തേക്ക് പോയത് കൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റ് ഓർഡറായിട്ട് 354.65 ബൈ ഓർഡർ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിൽ കാണാം നമ്മുടെ പൊസിഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ക്വാണ്ടിറ്റി 354.65 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സെൽ ഓർഡർ, ഇത് നമ്മൾ ഇട്ടതല്ല, ഓട്ടോമാറ്റിക്കലി വന്നേക്കുന്നതാണ്. 352.95 സെൽ ഓർഡറും വന്നു. അപ്പോൾ പിന്നെ നമുക്കറിയാം ഇനി നമ്മൾ ടാർഗറ്റ് മാനുവലി വെക്കണം. ഇത് കവർ ഓർഡർ മാത്രമാണ്, ബ്രാക്കറ്റ് ഓർഡർ അല്ല. അപ്പോൾ നമ്മൾ കിട്ടിയ പ്രൈസ് ഇവിടെ നമ്മുടെ ഒരു കാൽക്കുലേറ്റർ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് 354.65 നമ്മൾ പ്രൈസ് ഇട്ട് കൊടുത്തു. അപ്പോൾ ബൈ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി വരുന്നത് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് അല്ല, 5 പൈസ 10 പൈസ നമുക്ക് കുറച്ചാണല്ലോ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിലും അതിനനുസരിച്ച് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്, 352.88. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമ്മൾ ഈ ചാർട്ടിനകത്ത് ആ പ്രൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ടാർഗറ്റ്, അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഒപ്പം തന്നെ 1:2 ടാർഗറ്റ് നമ്മളുടെ കാൽക്കുലേറ്റർ കാണിക്കുന്ന ഇതാണ്, 358.20. അപ്പോൾ 358.20 ഇപ്പോൾ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സെല്ല് ചെയ്യണം. അപ്പോൾ ആ പ്രൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിനകത്ത് ഒരു ക്വാണ്ടിറ്റി 358.20 എന്നുള്ളത് പ്രൈസ് ഓട്ടോമാറ്റിക്കലി അവിടെ കാണിക്കുന്നുണ്ടാകും. അത് ലിമിറ്റ് പ്രൈസ് വെച്ചിട്ട് നമ്മൾ സെൽ ഓർഡർ ഇട്ടു. അപ്പോൾ സെൽ ഓർഡർ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ആ ഓർഡർ വന്ന് കിടക്കുന്നത് നമുക്ക് പിന്നീട് കാണാൻ പറ്റും, ഈ കാണുന്ന പോലെ. അപ്പോൾ സെല്ല് BPCL ഓർഡർ ഈസ് പ്ലേസ്ഡ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ടാർഗറ്റും സെറ്റ് ആയിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ ഇട്ട് വെച്ചേച്ച നമ്മുടെ ഓർഡറുകളാണിത്. ഒന്ന് ബൈയിങ് സൈഡും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് സെല്ലിങ് സൈഡും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും കവർ ഓർഡറാണ് നമ്മൾ ഇട്ടിരുന്നത്. അപ്പോൾ ബൈ ട്രിഗറായ സ്ഥിതിക്ക് ഇനി സെല്ലിങ് സൈഡ് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അത് നമ്മൾ മാനുവലി ചെയ്തോണം. അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇതിന് ശേഷം എപ്പോഴാണ് പ്രൈസ് അവിടെ ചെല്ലുന്നത് അപ്പോൾ അതും കൂടെ ട്രിഗർ ആകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഓർഡറിൻ്റെ പൊസിഷൻ കാണിക്കുന്ന സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ് എക്സിക്യൂട്ടഡ് ഓർഡേഴ്സ് 1. അപ്പോൾ നമ്മളുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു പൊസിഷൻ കവർ ഓർഡർ നമ്മൾ ചെയ്തു. ഇനി ഇത് നമ്മളുടെ ഓർഡർ സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. 354.75 നമ്മൾ ബൈ ചെയ്തു. ബൈ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ട്രിഗർ പെൻഡിങ്, ഈ ട്രിഗർ പെൻഡിങ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ആ സമയത്ത് 9:17 ഒരു ട്രിഗർ ഓർഡറായിട്ടാണ് നമ്മളുടെ ഈ കവർ ഓർഡർ പോയേക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ്. 352.95 പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവണം. അത് നമ്മൾ കുറച്ച് മുന്നേ കണ്ടതാണ്. ഈ കാണുന്ന സ്റ്റോപ്പ് ലോസ് ഓർഡറാണ് നമ്മളവിടെ കണ്ടേക്കുന്നത്.
അപ്പോൾ അതിവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വെച്ച ടാർഗറ്റ് ഓർഡർ 358.20 അത് ഓപ്പൺ ഓർഡറായിട്ട് കിടപ്പുണ്ട്. അത് സെപ്പറേറ്റ് മാനുവലി നമ്മൾ വെച്ചേക്കുന്നതാണ്. MIS ഓർഡർ എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടെ ബ്രാക്കറ്റ് ഓർഡർ നമുക്കിടാൻ മാർഗ്ഗമൊന്നുമില്ല, കവർ ഓർഡറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളുടെ പൊസിഷൻ ഇതാണ്. പിന്നീട് നമുക്കിവിടെ കാണാം ഏകദേശം 10 മണിക്ക് ശേഷം നമുക്കിവിടെ കാണുന്ന പോലെ ഈ ഒരു ക്യാൻഡിലിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി, സ്റ്റോപ്പ് ലോസ് പോയി. ഇവിടെ കവർ ഓർഡർ ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി പൊസിഷൻ അങ്ങ് പോയി എന്നല്ലാതെ ബ്രാക്കറ്റ് ഓർഡർ ആയിരുന്നെങ്കിൽ ഈ ടാർഗറ്റ് വെച്ചേക്കുന്ന ഓട്ടോമാറ്റിക്കലി പോകുമായിരുന്നു. ഇവിടെ ബ്രാക്കറ്റ് ഓർഡർ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനി നമ്മൾ മാനുവലി ക്ലിയർ ചെയ്യുക. അങ്ങനെ നമ്മളത് മാനുവലി അതും കൂടെ ഈ ഓപ്പൺ പൊസിഷനും കൂടെ അങ്ങ് ക്ലിയർ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നാളത്തേക്ക് എൻട്രി എടുക്കാനായിട്ട് ഇന്ന് തന്നെ നമ്മളുടെ പ്രൈസ് പോയിൻറ്റുകൾ കണ്ടെത്തി അവിടെ അലർട്ട് വെച്ച് ആ അലർട്ടിൽ നിന്ന് ഓർഡർ ഇട്ടുകൊണ്ട്, അതും കവർ ഓർഡർ, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. എനിക്കറിയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ടൈം കുറച്ച് കൂട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് കൃത്യമായി വെക്കാം എന്നുള്ളത്, അത് വെക്കുന്നത് അടക്കമുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ജോലിയുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുള്ളപ്പോഴും നിങ്ങൾക്ക് നാളത്തേക്കുള്ള ട്രേഡ് ഇന്ന് തന്നെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അടുത്ത ദിവസം അതിനെപ്പറ്റി കുറച്ചും കൂടെ വിശദമായിട്ട് എല്ലാം കാണിച്ചുകൊണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ട്രേഡിങ്ങിൽ നമ്മൾ ഇന്ന് ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നാളെ ഒരു ദിവസവും കൂടെ നമ്മൾ എന്തായാലും, ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ്, അപ്പോൾ വ്യാഴവും വെള്ളിയും കൂടെ നമുക്ക് വേണമെങ്കിൽ മറ്റേതിനകത്ത് സാങ്കേതിക കാര്യങ്ങളൊന്ന് നമ്മളും പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലിയർ ആകുന്നത് വരെ വേണമെങ്കിൽ 2 ദിവസം കൂടെ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കുകയും ചെയ്യാം, ഒപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്